അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ആദരണീയരെ, പ്രപഞ്ച വൈദ്യ മഹാഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യ വിജ്ഞാനത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കി തരുന്നതിൻ്റെ തെളിവുകളാണ് അതിൻ്റെ പേരിൽ വന്ന യൂണിവേഴ്സിറ്റികൾ. സയൻസ് ബേസിൽ വന്നതും ശാസ്ത്രീയ തലത്തിൽ വന്നതും ക്ലാസിക്കൽ ട്രഡീഷണൽ തലത്തിൽ വന്നതുമായ യൂണിവേഴ്സിറ്റികളുടെ PG അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിൽ വരുന്ന വിജ്ഞാന രൂപം, അത് കഴിഞ്ഞ് വരുന്ന ഡിഗ്രി തലത്തിൽ വരുന്ന രൂപം, പരിചയ വിജ്ഞാന രൂപം, അത് സാമാന്യ വിജ്ഞാന രൂപം, അത് കഴിഞ്ഞ് വരുന്ന PG, അതിൽ നന്നായിട്ട് അറിവ് കിട്ടുന്ന ഒരു വിജ്ഞാന രൂപം, അത് കഴിഞ്ഞ് വരുന്ന PhD ഗവേഷണാത്മകമായ വിജ്ഞാന രൂപം. ഈ രൂപത്തിലൊക്കെ ആ ഒരു ആ ഒരു ജ്ഞാനം പരന്നു കിടക്കുന്നത് നമുക്ക് അതിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൂടാതെ തിബ്ബുൻ നബവി ആദ്യ കാലഘട്ടങ്ങളിൽ ചികിത്സയിലൂടെ മാത്രമായിരുന്നു അത് പരിചയപ്പെടുത്തിയിരുന്നത്, അത് വന്നിരുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ, ഹൃദ്രോഗികളായ ആളുകളെ, ക്യാൻസർ രോഗികളായ ആളുകളെ, കിഡ്നി ഫെയിലിയറായ ആളുകളെ, അതേപോലെ HIV പോസിറ്റീവായ ആളുകളെ ഒക്കെ, അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി ചികിത്സിച്ച് റിസൾട്ടുകൾ ഉണ്ടാക്കി, ഫലങ്ങൾക്കുണ്ടാക്കി, ശിഫയുണ്ടാക്കി, അത് ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് അതിൽ വിദ്യാഭ്യാസ വിചക്ഷണരെയും ഡോക്ടർമാരെയും പങ്കെടുപ്പിച്ച് രോഗികളെ കൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത് ആ രൂപത്തിൽ ബോധ്യപ്പെടുത്തി, അങ്ങനെ ഒരു ചികിത്സാ ശൈലി ഉണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. അപ്പോൾ അതിൽ ഡോക്ടർമാരെയൊക്കെ പങ്കെടുപ്പിക്കും, അതിൻ്റെ റിസൾട്ടുകൾ കാണിച്ചു കൊടുക്കും, തിബ്ബുൻ നബവിയുടെ ചികിത്സ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ആ ഒരിക്കൽ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് കേരളത്തിൻ്റെ മോഡേൺ മെഡിസിൻ്റെ വൈദ്യ ഗുരുവായ വലിയ വലിയ ഡോക്ടർമാരുടെ ഗുരുവായ CK രാമചന്ദ്രൻ സാറ് അവർകൾ നമ്മുടെ തിബ്ബുൻ നബവിയുടെ പ്രവർത്തകരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഈ ചെയ്യുന്ന ചികിത്സാ ഫലങ്ങളെ കൊണ്ടോ ചികിത്സാ നേട്ടങ്ങളെ കൊണ്ടോ ഒന്നും ഇത് രാജ്യം അംഗീകരിക്കുകയോ ലോകം അംഗീകരിക്കുകയോ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വരണമെങ്കിൽ നിങ്ങളുടെ ഈ വിജ്ഞാന സ്രോതസ്സിനെ, വിജ്ഞാന ശക്തിയെ നിങ്ങൾ അക്കാദമികമായി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് രാജ്യത്തിനെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കാൻ കഴിയും, ലോകത്തിനെ കൊണ്ടും ഈ ഒരു വിജ്ഞാനത്തിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെ നിങ്ങൾക്ക്, അതിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് അംഗീകരിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു അഭിപ്രായം കേട്ടതിൽ നിന്ന് തിബ്ബുൻ നബവിയുടെ വിജ്ഞാന ശാഖകളെ അക്കാദമിക തലങ്ങളിൽ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കൊണ്ടുവരുന്നതിൻ്റെ പരിശ്രമ ഫലമായി ആദ്യമായി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രവാചക വൈദ്യത്തിൻ്റെ ഏറ്റവും കാതലായ മർമ്മമായ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ മൈൻഡോളജിയാണ്. മൈൻഡോളജി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് പോലെ, അപ്പോൾ ആ ടെർമിനോളജി, ആ ടേം സൈക്കോളജി എന്ന ടേം, സൈക്ക് എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ആത്മാവ് എന്നാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ഒരു പഠനം സൈക്കോളജിയിലില്ല. അപ്പോൾ അതിൻ്റെ ശരിയായ വേർഡ് ടെർമിനോളജി മൈൻഡോളജിയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ തിബ്ബുൻ നബി പഠിപ്പിക്കുന്നത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഇടയിലുള്ള ഒരു ലിങ്കിനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിനെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന പഠനങ്ങൾ, രോഗങ്ങൾ, ചികിത്സകൾ, ഇതൊക്കെയാണ് മൈൻഡോളജി. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഒരു നല്ലൊരു തിസീസ് വർക്ക് പൂർത്തിയാകുകയും അതിനെ തുടർന്ന് പല യൂണിവേഴ്സിറ്റികളിലും കുസാറ്റിലും ഒക്കെ അതിൻ്റെ ഓരോ വിഷയങ്ങൾ സംബന്ധമായ തിസീസ് വർക്കുകൾ, ഗവേഷണ വർക്കുകൾ നടന്നു. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ നോട്ടീസ് ബോർഡിൽ ഇസ്ലാമിക് മൈൻഡോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് IIMS എന്ന സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ ഗൈഡൻസ് കിട്ടും എന്ന ഒരു ബോർഡ് വരെ പ്രത്യക്ഷപ്പെടുന്ന തലത്തിലേക്ക് അതിൻ്റെ പരിശ്രമങ്ങൾ എത്തിക്കുവാൻ അതിൻ്റെ വക്താക്കൾക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയല്ല, ലോകത്തിൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ
കൊണ്ടുവന്നാൽ പോലും, നോട്ടീസ് ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും ഇസ്ലാമിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ വൈദ്യത്തിന് അല്ലെങ്കിൽ വിജ്ഞാന സോഴ്സിന്, സ്രോതസ്സിന് ഒരു ക്ഷീണവും ഒരു ദാരിദ്ര്യാവസ്ഥയും ഒരു ശോചനീയാവസ്ഥയും വരുന്നില്ല. അതിനു മാത്രം വൈജ്ഞാനിക സമ്പത്തിൻ്റെ ഒരു വലിയ ഒരു ശേഖരം തന്നെ ഉണ്ട് എന്നാണ് തിബ്ബുൻ നബവിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും അവകാശപ്പെടുന്നതും ഒക്കെ. അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ ഫലമായി അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഒരു സബ്മിഷൻ നടക്കാൻ, ഇതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ സമീപിച്ചപ്പോൾ നമ്മുടെ നാടുകളിലും നമുക്കൊക്കെ ഉണ്ടാകുന്ന, നമ്മുടെ ഉസ്താദുമാർക്കുണ്ടാകുന്ന ഒരു സംശയം എന്താണ്, ഈ 100 കണക്കിന് വൈദ്യങ്ങൾ ഇവിടെയുണ്ട്, മോഡേൺ മെഡിസിൻ്റെ ചികിത്സകൾ, അമ്പരചുംബികളായ ഹോസ്പിറ്റലുകൾ, വലിയ വലിയ പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ പുതിയ സ്ഥാപനങ്ങൾ, അങ്ങനെ ഹോസ്പിറ്റലുകളുടെ ഒരു വലിയ ഇത് തന്നെ നമുക്ക് പറയാൻ കഴിയും, ലിസ്റ്റ് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന 5 സിസ്റ്റങ്ങൾ, ഒന്ന് ആയുഷിൽ എ വരുന്നത് ആയുർവേദവും, വൈ വരുന്നത് യോഗ ആൻഡ് നാച്ചുറോപ്പതിയും, യു വരുന്നത് യുനാനിയും, ആയുഷ് എച്ച് വരുന്നത് സിദ്ധയും, എച്ച് വരുന്നത് ഹോമിയോപ്പതിയും. ഈ രൂപത്തിൽ അങ്ങനെ 5 സിസ്റ്റങ്ങൾ വേറെ. അതുകൂടാതെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റിസർച്ച് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിലെ ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ പെടുത്തിക്കൊണ്ട് വേറെയും വിഭാഗങ്ങളും, ഇങ്ങനെ 100 കണക്കിന് നാട്ടുവൈദ്യങ്ങൾ, അങ്ങനെ ധാരാളം വൈദ്യങ്ങൾക്കിടയിലാണ് നിങ്ങൾ ഈ തിബ്ബുൻ നബവി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല പണ്ഡിതന്മാരുടെയൊക്കെ ഒരു ചിന്ത, അവരുടെ കരുതൽ, അവരുടെ പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവർ പറയുന്നത്, ഇങ്ങനെ ഈ വലിയ ഹോസ്പിറ്റലുകളോടും മോഡേൺ സയൻസിൻ്റെ ഒരു ടെക്നിക്കലായ സാങ്കേതികപരമായ വികസനങ്ങളോടും ഒക്കെ ഏറ്റുമുട്ടാൻ തിബ്ബുൻ നബവിക്ക് സാധിക്കുകയില്ല. അതേപോലെ മറ്റു സിസ്റ്റങ്ങളൊക്കെ ഉള്ളപ്പോൾ തിബ്ബുൻ നബവി ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു വൈദ്യത്തെ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ആ ഒരു ശാഖയെ നിസാരമാക്കപ്പെടും എന്ന് ധരിച്ചുകൊണ്ട് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ തിബ്ബുൻ നബവിയുടെ ഗുരുക്കന്മാരുടെ അഭാവം കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും തിബ്ബുൻ നബവിയുടെ ആൾക്ക് പറയുന്നത് അതിനും മാത്രമുള്ള വൈദ്യ വിജ്ഞാന സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. മോഡേൺ മെഡിസിനെ ചുരുക്കത്തിൽ മോഡേൺ മെഡിസിനെ പോലും വെല്ലുന്ന രൂപത്തിലുള്ള വൈജ്ഞാനിക സോഴ്സുകൾ അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞത് തന്നെയാണ്, ഈ 100 കണക്കിന് വൈദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്, ഉള്ള 5 സിസ്റ്റം തന്നെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുക്ക് നിങ്ങൾ തിബ്ബുൻ നബവി എന്ന് പറയുമ്പോൾ ഈ തിബ്ബുൻ നബവിക്ക് ഞങ്ങൾക്ക് 3 തലങ്ങളിലുള്ള വ്യത്യാസം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. ഒന്ന്, എല്ലാ വൈദ്യങ്ങൾക്കുമുള്ള 4 കാര്യങ്ങളാണുള്ളത്. 4 തരത്തിലുള്ള അറിവുകൾ, ജ്ഞാനങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അതിൻ്റെ ഫിലോസഫിക്കലായ ജ്ഞാനങ്ങൾ, അതേപോലെ അതിൻ്റെ ഫിസിയോളജി, അതിൻ്റെ പത്തോളജി, അതിൻ്റെ ഫാർമക്കോളജി, ഈ രൂപത്തിലെ 4 വ്യത്യസ്തതകൾ, ഈ വ്യത്യസ്തമായ ഈ അറിവുകളിലെ ഈ 4 വിഭാഗങ്ങളിലെ വ്യത്യസ്തതകൾ ആണ് ഈ വൈദ്യശാഖകളെ വേർതിരിക്കുന്നത്. ആയുഷിൽപ്പെടുന്ന യുനാനിയും ഹോമിയോപ്പതിയും ഒക്കെ ഈ വിഷയങ്ങളിൽ വ്യത്യസ്തമാണ്. അപ്പോൾ അതിലെ 3 കാര്യങ്ങളിൽ അതിൻ്റെ ഫിലോസഫിക്കലായ വ്യത്യാസം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ആ ഒരു ഫിലോസഫി ആയുർവേദത്തിൻ്റെയോ യുനാനിയുടെയോ ഹോമിയോയുടെയോ ഒന്നും രൂപത്തിലല്ലാത്ത ഫിലോസഫി നിങ്ങൾ പ്രാമാണികമായി ബോധ്യപ്പെടുത്തണം. 2, അതിൻ്റെ പത്തോളജിക്കലായ രോഗനിദാന ശാസ്ത്രപരമായ വ്യത്യസ്തത, അത് മറ്റ് സിസ്റ്റങ്ങളിൽ ഇല്ലാത്തതായിരിക്കണം. അതുപോലെ അതിൻ്റെ ഫാർമക്കോളജി, മരുന്ന് ശാസ്ത്രം, അതും മറ്റ് സിസ്റ്റങ്ങളിലും ഇല്ലാത്ത രൂപത്തിൽ വ്യത്യസ്തമായി, നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായി കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വഴിക്ക് ഈ രൂപത്തിലുള്ള തിബ്ബുൻ നബിയുടെ പേര് പറഞ്ഞു വന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും സമയം നിങ്ങൾ വേസ്റ്റാക്കരുത് എന്നതായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി. അപ്പോൾ ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ ശരിക്കും തിബ്ബുൻ നബവിയുടെ ആ ഒരു പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് അതിൻ്റെ വ്യത്യസ്തത, വൈജ്ഞാനിക വ്യത്യസ്തത അവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഒഴിവായി പൊക്കോട്ടെ എന്ന രൂപത്തിൽ പറഞ്ഞുവിട്ട് മാറ്റിവിട്ട തിബ്ബുൻ നബവിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ 4 സിസ്റ്റത്തിൽ ഫിസിയോളജി എന്നൊരു വിഭാഗം വരുന്നുണ്ട്. ഈ ഫിസിയോളജി മോഡേൺ മെഡിസിൻ്റെ ഫിസിയോളജി അനുസരിച്ചാണ് എല്ലാ ചികിത്സയിലും വരുന്നത്.
അപ്പോൾ ആയുർവേദത്തിൻ്റെ ഫിസിയോളജി ഏതാണെന്ന് വെച്ചാൽ അത് മോഡേൺ മെഡിസിൻ്റെ ഫിസിയോളജി തന്നെയാണ്. യുനാനിയുടെയും ഹോമിയോയുടെയും സിദ്ധയുടെയും ഫിസിയോളജി ഏതാണ്? അത് മോഡേൺ മെഡിസിൻ്റെ ഫിസിയോളജിയാണ്. അനാട്ടമിയോ, അതും അനാട്ടമിയോ ഒക്കെ ഒരേപോലെയാണ്. തിബുൻ നബിയിലും അനാട്ടമി അതുപോലെ തന്നെയാണ്. കാരണം താഴേക്കുള്ള മൂക്ക് തിബുൻ നബിയിൽ വരുമ്പോൾ മുകളിലേക്കാകുന്നില്ല. അനാട്ടമി സ്ട്രക്ചർ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യില്ല, ആ ഒരു രൂപത്തിൽ വ്യത്യാസം വേണ്ട. വ്യത്യാസം കാണിക്കാനുള്ളത്, എടുത്തു പറയാനുള്ളത്, പ്രത്യേകമായിട്ടുള്ളത് ഈ 4 കാര്യങ്ങളിലുള്ളത് ഉണ്ടാക്കി നിങ്ങൾക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയതിൽ തിബുൻ നബവിയുടെ പ്രവർത്തകർ, സമര പോരാളികൾ, വൈജ്ഞാനിക സമര പോരാളികൾ, അവർ തിരിച്ചു വരുമ്പോൾ 3 പകരം 4 വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആശ്ചര്യ രൂപത്തിൽ അതിനെ സമീപിച്ചവർ. ഫിസിയോളജിക്കലായ വ്യത്യാസം, ബയോളജിക്കലായ വ്യത്യാസം പ്രവാചക വൈദ്യത്തിനുണ്ട്. അഥവാ മോഡേൺ മെഡിസിൻ്റെ കുരങ്ങ് വൈദ്യം എന്ന്, അല്ലെങ്കിൽ കുരങ്ങ് ശാസ്ത്രം എന്ന് പറയാവുന്ന ഡാർവിൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആ ബയോളജി അല്ലാത്ത മറ്റൊരു ക്രിയേഷണൽ ബയോളജി അവതരിപ്പിക്കാൻ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടെ ബോധിപ്പിക്കാനുണ്ട്, വൈജ്ഞാനികമായി അക്കാദമികമായി ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന അവതരണങ്ങൾ, ചർച്ചകൾ, ഡിബേറ്റുകൾ, ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ എല്ലാത്തിനും മറുപടി കൊടുത്തുകൊണ്ട് തിബുൻ നബവി അവരുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവരവിടെ അതിനെ ഒരു മ്യൂസിയോളജിക്കലായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറുകയും അത് പിന്നീട് ഹെൽത്ത് റിസർച്ച് മിനിസ്ട്രി അഥവാ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റിസർച്ച് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ അവർ 2017 തിബുൻ നബവിയെ ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ പെടുത്തിക്കൊണ്ട് IIMS കത്ത് കൈമാറുകയും ചെയ്തു. അപ്പോൾ തിബുൻ നബവിക്ക് സ്വതന്ത്ര പ്രാക്ടീസിന് വേണ്ടി തിബുൻ നബിയുടെ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 2 വർഷത്തെ പോരാട്ടത്തിനിടയിൽ, 2 വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിൽ അവർ തിബുൻ നബവിയുടെ ഈ വിഷയങ്ങളുമൊക്കെ കോടതിയെ നന്നായി, ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളൊക്കെ നന്നായി ബോധ്യപ്പെടുത്തി കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കോടതി തിബുൻ നബവി എന്നതൊരു പ്രത്യേക ശാഖയാണ്, അത് മുഹമ്മദൻ പ്രൊഫറ്റിക് മെഡിസിൻ എന്ന് പ്രസ്താവന ഇറക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തകർക്ക്, ചികിത്സകർക്ക് സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രസ്താവിക്കുന്നതുമൊക്കെ. അപ്പം അത്രയും വൈജ്ഞാനികമായ ഒരു ശക്തമായ അടിത്തറ ഉള്ള ഒരു ശാഖയാണ് തിബുൻ നബവി. അത് ഏത് വൈദ്യത്തെക്കാളും അല്ലെങ്കിൽ ഏത് വൈദ്യത്തിനോടും കിടപിടിക്കാനുള്ള വൈജ്ഞാനിക സ്രോതസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട പല മോഡേൺ മെഡിസിൻ ഡോക്ടർമാരും നമുക്കുണ്ട്, നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. നാം നേരത്തെ പറഞ്ഞ സി കെ രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിൻ്റെ എ ഡോക്ടേഴ്സ് മൈൻഡ് സ്കേപ്പ് എന്ന പുസ്തകത്തിൽ തിബുൻ നബവിയെ പ്രവാചക വൈദ്യത്തിൽ ഒരു ഗവേഷണാത്മകമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം കൊടുത്ത ഒരു ട്രാവൻകൂർ അക്കാദമി, തിരുവനന്തപുരത്തെ തിബുൻ നബിയുടെ ഒരു അക്കാദമി ഇറക്കിയ പ്രവാചക വൈദ്യം ദർശനം ആമുഖം എന്നൊക്കെ ഉള്ള ഒരു പുസ്തകത്തിൽ, പ്രവാചക വൈദ്യം ദർശനം ശാസ്ത്രം എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ചില ആളുകൾ പറയും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുന്ന് നിർദ്ദേശിച്ചപ്പോൾ അതിൽ ഡോസേജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോസേജ് പറയാത്തത് കൊണ്ട് പ്രവാചകൻ ഒരു വൈദ്യനല്ല എന്ന് പറഞ്ഞതിനെ സി കെ രാമചന്ദ്രൻ സാറ് ഗണ്ണിച്ചുകൊണ്ട് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈദ്യ ആചാര്യനായതുകൊണ്ടാണ് അങ്ങനെ ഡോസേജ് പറയാതിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അത് വൈദ്യത്തിൻ്റെ അടിസ്ഥാനമല്ല എന്ന് പറയാം. കാരണം എന്താ, ഈ ഡോസേജ് പറഞ്ഞാൽ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബികൾ അല്ലെങ്കിൽ മറ്റു മുഅ്മിനീങ്ങളൊക്കെ അതിനെ അതേപോലെ തന്നെ ക്രമത്തിൽ കൊണ്ടുവരും, അങ്ങനെ തന്നെ അനുഷ്ഠിക്കും. എന്നാൽ ദേശകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച്, എനർജിയുടെ വ്യത്യാസം അനുസരിച്ച് ഡോസേജ് വ്യത്യാസം വന്നേ പറ്റൂ. അപ്പോൾ ആ രൂപത്തിലായതുകൊണ്ട് നബിതങ്ങൾ പറയാതിരുന്നത് നബിതങ്ങളുടെ വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും, സി കെ രാമചന്ദ്രൻ സാർ. മാത്രമല്ല 1987 1987 അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഈ 9 ബിരുദധാരികളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഡോക്ടർ അബ്ദുൽ നാസർ ഖഅദാൻ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഖുർആനിൻ്റെ വൈദ്യശാസ്ത്ര വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിച്ചു. 1987 മുതൽ ആരംഭിച്ച വർക്കുകൾ
1992 അവസാനിച്ചു. അങ്ങനെ 7 വാല്യങ്ങൾ വരുന്ന വലിയ ബൃഹത്തായ ഗ്രന്ഥം മദ്ഹർ ഷിഫ എന്ന ഗ്രന്ഥത്തെ ഈ കേരളത്തിന് പരിചയപ്പെടുത്തിയത് ഡോക്ടർ CK രാമചന്ദ്രൻ സാറായിരുന്നു. അദ്ദേഹം അത് സംബന്ധമായ വിഷയങ്ങളെ ചന്ദ്രികയിലും റിസാലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നതും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഡോക്ടർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു, നഴ്സ് ഹവ്വ ബീവി ആയിരുന്നു എന്നോ കേരളത്തിലെ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന സിദ്ധിയുടെ വൈദ്യരചന എന്ന ഒലീവ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഡോക്ടർ VP നാരായണൻ സാറ് അദ്ദേഹവും ഇത് സംബന്ധമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഡോക്ടറെ ലോകത്തിലെ ആദ്യത്തെ വൈദ്യൻ ആദം നബി അലൈഹി സ്വലാമാണെന്നും ഹവ്വ ബീവി ആയിരുന്നു നഴ്സ് എന്നും. അപ്പോൾ ഈ രൂപത്തിൽ ഇതിൻ്റെ ജ്ഞാനഭാഗം അല്ലെങ്കിൽ വിജ്ഞാന ഭാഗം എന്നുള്ളത് ഒരു വലിയ ശക്തിമത്താണ്. അതിനൊക്കെ അടിത്തറ പാകിയ, കേരളത്തിൽ പ്രവാചക വൈദ്യത്തിന് വിത്തുപാകിയ ഒരു മഹാപ്രതിഭ മഹാഗുരു ഷെയ്ഖ് ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. सबसे ओला हो आला हमारा नबी, सबसे